നിന്റെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് 3 തവണ ഈ വചനങ്ങൾ ആവർത്തിച്ചു ചൊല്ലുക. സങ്കീർത്തനം 38-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങയ്ക്കറിയാമല്ലോ, എൻ്റെ തേങ്ങലുകൾ അങ്ങയ്ക്ക് അജ്ഞാതമല്ലല്ലോ. പ്രഭാഷകൻ 42-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. യോഹന്നാൻ 8:34. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. ജെറമ്യാ 31-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. മത്തായി 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. നാഹൂം 1-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. ലൂക്കാ 19-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈ വചനങ്ങൾ ആവർത്തിച്ച് 3 തവണ പ്രാർത്ഥിക്കുക.